ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സച്ചു വീട്ടിലുണ്ട്. അപ്പോൾ സച്ചു ഉള്ളപ്പോഴത്തേക്കിനും നമ്മൾ മൂന്നും കൂടെ എങ്ങനെയാണ് ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നതെന്ന് കാണിക്കാനും പിന്നെ നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങളും കൂടെ പങ്കുവെക്കാനാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ഈ വീഡിയോയിലേക്ക് വെൽക്കം. ആദ്യം നമ്മൾ കണ്ടതുപോലെ തന്നെ സച്ചു കുഞ്ഞിനെ കളിപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ പയ്യെ കിച്ചണിലേക്ക് കയറി ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ളത്. പിന്നെ ഞാൻ നോർമലി ഞാൻ ഓൾറെഡി അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സച്ചു ഉള്ളപ്പോഴത്തേക്കിനും ഞാൻ കറിയായിരിക്കും കൂടുതലും വെക്കുന്നത്. സച്ചു എന്തെങ്കിലും മെയിനായിട്ടുള്ള ദോശയാണ് ദോശ, പുട്ടാണ് പുട്ട്, അങ്ങനെ സച്ചു അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യും. കണ്ടോ, പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ആളിങ്ങി എത്തിയല്ലോ. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എന്തെന്നും കൂടെ നോക്കാൻ വേണ്ടി ഓടി വന്നതാണേ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറേ നേരം ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്നതൊന്നും സച്ചുവിന് അത്രയും താല്പര്യമുള്ള കാര്യമല്ല. സച്ചു പറയുന്നത് നീ എന്തോ എപ്പോഴും ഈ അടുക്കളയിൽ കയറി പണിയുന്നേ എന്നിങ്ങനെ എപ്പോഴും ചോദിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് നേരം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആളും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ടേൺ കഴിഞ്ഞപ്പോഴത്തേക്കിനും സച്ചുദാ നമ്മൾ അന്ന് രാവിലെ അപ്പം കറിയുമായിരുന്നു. അപ്പോൾ സച്ചുവിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. കുഞ്ഞു കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവനിങ്ങനെ നമ്മൾ അടുക്കളയിൽ കൊണ്ടുവന്നാലും നമ്മൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവനിങ്ങനെ ആ ഡോറിൻ്റെ അവിടെയായിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ കുഞ്ഞപ്പം കരഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനെ ഒന്ന് ജസ്റ്റ് എടുത്തു. പിന്നെ ഇത് ജസ്റ്റ് സച്ചുവിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തതാണ് ഇപ്പം ഈ കേട്ട ബഹളം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അങ്ങനെ അങ്ങ് വെറുതെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓർത്തു ഉച്ചയല്ലേ, നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്ത് ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു എളുപ്പ വഴിക്ക് നോക്കിയതാണ്. ഇങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോക്കകത്തെ റൈസിൽ മറ്റേ ഇതിന്റെ തന്നെ മസാല ജസ്റ്റ് തേക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണോ അതോ ഇതിനകത്തൊന്ന് ഊറ്റി വരുന്ന ഉറപ്പാണോ? അല്ല, വേറെ മസാല ബാക്കി അല്ല, അതിനകത്ത് വേറെ മസാല ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. പെരട്ടി വെക്കണോന്ന് വേറെ ഉണ്ടാക്കാനല്ല. ഓക്കെ, നമ്മളൊരു വലിയ ടൈറ്റ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു ചോറിനകത്ത് എക്സ്ട്രാ മസാലയൊന്നും തേക്കണ്ടെന്ന്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഗ്രില്ലിൽ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ അടിയിൽ തന്നെ നമ്മൾ റൈസും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഫ്ലേവറും കൂടെ ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ കിടന്നത് വേവും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആ റൈസിന് വേണ്ടി സമയം കളയണ്ട, ആ ചിക്കൻ്റെ ഫ്ലേവർ നമുക്ക് ആ റൈസിൽ കിട്ടുകയും ചെയ്യും, ഒരുപാട് എഫേർട്ട് നമുക്ക് എടുക്കുകയും ചെയ്യണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിച്ചിരി ഫ്ലോപ്പായിപ്പോയി. വേറൊന്നുമല്ല, നമ്മളന്ന് സത്യം പറഞ്ഞാൽ ബസ്മതി അരിയായിരുന്നു യൂസ് ചെയ്യേണ്ടത്. നമ്മളന്ന് യൂസ് ചെയ്തത് ജീരകശാല റൈസായിപ്പോയി. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മതിയെക്കാട്ടിൽ വേവ് കൂടുതലാണ് ജീരകശാലയ്ക്ക്. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ഫ്ലേവർ കിട്ടിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ജീരകശാലയ്ക്ക് പകരം ബസ്മതി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് വന്നേനെ, നമ്മൾ വിചാരിച്ചത്ര നല്ലപോലത്തെ റിസൾട്ട് വന്നേനെ. പിന്നെ ഫുഡ് കഴിക്കുന്ന കാണിച്ച് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങി. ഇത് കണ്ടോ, ഇത് നമ്മൾ ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചപ്പോഴത്തേക്കിനും ഇത് റെഡ് കറണ്ടാന്നാണ് പറഞ്ഞത്. റെഡ് കറണ്ട് മാത്രമല്ല ഉള്ളത്, ദാ തൊട്ടപ്പുറത്ത് റാസ്ബെറി ഉണ്ട്. അത് ഇച്ചിരി അധികം നിപ്പുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ കുറച്ചിപ്പുറത്തായിട്ട് അത്യാവശ്യം റോസ്മേരിയും കൂടെ നിപ്പുണ്ട്.
ആദ്യം നമ്മൾ ഓർത്തത് ഇത് ലാവൻഡർ ആണെന്നാണ്. കാരണം പൂവിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ആദ്യം സത്യമായിട്ട് നമ്മൾ ലീഫ് നോക്കിയില്ല, ലാവൻഡർ ആണെന്ന് വിചാരിച്ചത്. പിന്നീടാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അത് ലാവൻഡർ അല്ല, റോസ്മേരി ആണെന്ന് മനസ്സിലായത്. പിന്നെ കുഞ്ഞാപ്പനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് എപ്പോഴും പുറത്തു പോക്കേ ഉള്ളൂ എന്ന്, വേറൊന്നുമല്ല. സച്ചുവിന് ഈ ഷിഫ്റ്റ് ഇല്ലാത്തപ്പോഴത്തേക്കിനും അല്ലേ നമുക്ക് കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവൻ എപ്പോഴും എന്നെ മാത്രമേ, നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് വളർന്ന് ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പോഴത്തേക്കിനും കുഞ്ഞിന് അതൊരു ബുദ്ധിമുട്ടും ആകും. ആദ്യമൊക്കെ ഭയങ്കര മുഷിച്ചിലായിരുന്നു. അപ്പോൾ ഇതുപോലെ സച്ചു ഫ്രീ ആകുമ്പോഴത്തേക്കിനും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് എപ്പോഴും പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ പോയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോ ബൂത്ത് പോലത്തെ ഒരു സംഭവമുണ്ട്. കണ്ടില്ല, നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ. അപ്പോൾ നമുക്ക് വന്നിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനെ നല്ല നല്ല സ്പോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാനും കുഞ്ഞും സച്ചുമൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പ് രാജ്യമാണല്ലോ. അപ്പോൾ ഈ ടൈം പീരീഡിലാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തു പോകാനും ട്രിപ്പ് പോകാനും ഒക്കെ നോക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ പേരൻസിനെയൊക്കെ മെജോറിറ്റി ആൾക്കാർ കൊണ്ടുവരുന്നതും ഈ ഒരു ടൈം പീരീഡിലാണ്. ഹായ്, അപ്പോൾ നമ്മളൊന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. അല്ലറച്ചിലുള്ള കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഇവിടെ കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ അല്ലേ. അതെ. ഹായ്, നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി. നല്ല ടയേർഡാണ്. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് മേടിച്ചിട്ട് വന്നത്. സച്ചു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. കുഞ്ഞിനെ ഞാൻ ഫ്രഷ് ആക്കിയപ്പോൾ കുഞ്ഞിപ്പോൾ ഇവിടെ ഉണ്ട്. ഞാനും ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് വല്ല ഫുഡും കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.